അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അച്ചുവിനും രുക്കുവിനും കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും ഉണ്ടാവും. ചിന്നു ഇങ്ങനെ അവരെ സ്വീകരിച്ചകത്തേക്ക് കൊണ്ടുപോകണം. പിന്നീട് അർച്ചനയും എല്ലാവരും കൂടിയിട്ട് യാതൊരു വെറുപ്പോ ദേഷ്യമോ ഒന്നും കാണില്ല കേട്ടോ. അത് കാണുമ്പോൾ രുക്കു വിചാരിക്കും ഇതെന്താ ഇവർക്ക് ഒരു ദേഷ്യവും വെറുപ്പും ഇല്ലല്ലോ എന്ന്. വളരെ സന്തോഷത്തോடு കൂടിയിട്ടാണ് അവർ സ്വീകരിക്കുക കേട്ടോ. അതിനുശേഷം രാവിലെ അച്ചു അർച്ചനയെ കാണുകയാണ് കേട്ടോ. അർച്ചനയെ കണ്ടിട്ട് പറയുകയാണ്, ചേച്ചി എന്തായാലും ശരി അയാളെ അവിടെ നിന്ന് ഒഴിവാക്കണം. അയാൾ അവിടെ ഇരിക്കുന്നത് ശരിയല്ല, നമുക്കത് സേഫല്ല. ചേച്ചിയും അയാളെക്കുറിച്ചിട്ട് ഓരോ അപവാദം ഞാൻ കേൾക്കുന്നുണ്ട്. ഒന്നുമില്ലയെന്ന് എനിക്കറിയാം, എങ്കിലും അത് ശരിയല്ല. അയാൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചേച്ചി അവിടെ പോയിട്ട് ആ താക്കോല് വാങ്ങിയിട്ട് വരണം എന്ന് പറയാണ് കേട്ടോ. ശരി, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അർച്ചന അങ്ങോട്ടേക്ക് പോകാൻ റെഡിയാവാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ രുക്കുവിനെ ഫോൺ ചെയ്യണം കേട്ടോ. എന്തായി അവിടുത്തെ വിശേഷങ്ങൾ, നീ അവിടെ പോയി താമസിച്ചതിൽ അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നെല്ലാം ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം രുക്കു ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതെന്താ ഏട്ടൻ ഇങ്ങനെ ചോദിച്ചത് പറഞ്ഞിട്ട് രുക്കു പറയണേ, ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല, ഞാൻ ചെയ്തതും പറഞ്ഞതും ഒന്നും അവർക്കൊരു പ്രശ്നമേ ഇല്ല. അവർ വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് എന്നോട് പെരുമാറിയത് എന്ന് പറയാണ് കേട്ടോ. അതിനുശേഷം വിജയശങ്കർ പറയും, അവിടെ അർച്ചനയുടെ ഓരോ നീക്കങ്ങളും നീ അതാത് സമയങ്ങളിൽ തന്നെ എന്നെ ഫോൺ ചെയ്ത് പറയണമെന്ന് പറയണം കേട്ടോ. അതേസമയം അർച്ചന ജേക്കയുടെ വീട്ടിലേക്ക് താക്കോല് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുമായിരിക്കും കേട്ടോ. താക്കോല് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് തന്നെ ജേക്കയുടെ അമ്മ വന്നിരിക്കുകയായിരിക്കും കേട്ടോ. കാറിൽ ജേക്ക അമ്മയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അർച്ചന വരിക കേട്ടോ. അർച്ചന ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ച് നിൽക്കണം കേട്ടോ. അതേസമയം ജേക്കയുടെ അമ്മയുടെ അടുത്ത് അർച്ചനയെ പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അർച്ചന ചാവി വാങ്ങാൻ വന്നതാണെന്ന് ജേക്കയ്ക്ക് അറിയില്ല. ആകെ മൊത്തം അർച്ചന ധർമ്മസങ്കടത്തിലാവുകയാണ് കേട്ടോ. ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായി പറഞ്ഞാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.